Page number 87. Says 3.1 B question. Conversion of centimeters into meters. Centimeters ne meters like convert cheyan endu cheyda madi enna parnirikkunne. Endu cheyda madi 100 kondu divide cheyda madi. Adile koduttirikkunna first question onnu nokke. Sorry. First question onnu nokke. എത്രയായിരുന്നു 30 meter 500 centimeter 30 meter 500 centimeter മിസ്സിന്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതിക്കോട്ടോ. എന്താ ജെവിൻ? എന്താ ജെവിൻ? ആ നോട്ടിലേക്ക് എഴുതിക്കോ. ഓക്കെ 30 meter 500 centimeter. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 30 meter plus 500 centimeter. 30 meter അതുപോലെ തന്നെ എഴുതാ 30 meter plus 500 centimeter-നെ മീറ്ററിലേക്ക് മാറ്റാൻ 500 divided by 100. 500 divided by 100 meter. എത്ര കിട്ടും? 30 meter plus 500-നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 meter എന്ന് കിട്ടും. So 30 meter plus 5 meter is equal to 35 meter. 35 meter. meter 500 centimeter-നെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സെന്റിമീറ്ററിനെ മാത്രം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ സെന്റിമീറ്ററിലുള്ളത് മാത്രം 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 500-നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. സോ 30 meter plus 5 meter 35 meter. എന്ത് സെൽന? മിസ് ഞാൻ ഇപ്പളാ കേറിയത്. ഇത് നോട്ടിലേക്ക് എഴുതിയാൽ മതി മോളെ. ഇത് എക്സസൈസ് 3.1-ലെ ബി ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാ. പേജ് നമ്പർ 87. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എത്രയാ? രണ്ടാമത്തേത് 52 meter 800 centimeter. 52 meter 800 centimeter. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 52 meter plus 800 centimeter equal to 52 meter-നെ അതേപോലെ തന്നെ എഴുതാം. 800 centimeter-നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 52 meter plus 800-നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 800-ന്റെ രണ്ട് സീറോസ് ക്യാൻസൽ ചെയ്യാം. We get 8 meter. Then it is equal to 52 meter plus 8 meter 60 meter.
ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ. ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല, മിസ് ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. ഇത് അത് നോക്കി എഴുതിയാൽ മതി കേട്ടോ. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് മനസ്സിലായോ? ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഇത് അത് നോക്കി എഴുതിയെടുത്താൽ മതി. തേർഡ് ക്വസ്റ്റ്യൻ, third one, 31 meter, 400 centimeter. 31 meter 400 centimeter നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? Equal to 31 meter plus 400 centimeter. That is equal to 31 meter plus 400 centimeter ne meterലേക്ക് മാറ്റാൻ 400 divided by 100 meter equal to 31 meter plus 400 by 100 4 meter. That is equal to 31 plus 4 35 meter. അടുത്തതോ നാലാമത്തത്, നാലാമത്തെ ക്വസ്റ്റ്യൻ 62 meter 200 centimeter. അതിൽ നമുക്ക് എങ്ങനെ എഴുതാം? Equal to 62 meter plus 200 centimeter equal to 62 meter plus 200 by 100 meter equal to 62 meter plus 200 by 100 2 meter. 62 plus 2 64 meter. എഴുതി കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ ടെൻഷൻ ആവണ്ട. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഇത് ആൻസർ മിസ് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം, അന്നേരം എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഈ കൺവേർഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ? കൺവേർഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ? അടുത്തത് കൺവേർഷൻ ഓഫ് കിലോമീറ്റേഴ്സ് ഇൻറ്റു മീറ്റേഴ്സ്. മിസ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ദൂരമൊക്കെ പറയുമ്പോൾ, കുറെ ദൂരത്തേക്കുള്ളതൊക്കെ പറയുമ്പോൾ, ഇപ്പൊ രണ്ട് പ്ലേസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ പറയുന്ന സമയത്ത് വി നോർമലി യൂസ് ദ യൂണിറ്റ് കിലോമീറ്റർ അല്ലെ? നമ്മുടെ വീട്ടിൽ നിന്ന് പാടിയൊച്ച ടൗണിലേക്കുള്ള ദൂരം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ചെറുപുഴ ടൗണിലേക്കുള്ള ദൂരം, ഇതൊക്കെ നമ്മൾ പറയുന്നത് എങ്ങനെയാ? കിലോമീറ്ററിലാണ് അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ അലൻ മാത്യുവിന്റെ വീട്ടിൽ നിന്ന് ജോയലിന്റെ വീട്ടിലേക്കുള്ള ദൂരം, it is measured in kilometer. അപ്പോ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണെന്നറിയോ? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കിലോമീറ്ററിന്റെ തൊട്ട് താഴെയുള്ള യൂണിറ്റ് ആണ് മീറ്റർ. നമുക്കറിയാം ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ് അല്ലെ? ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. അതുപോലെ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. ഓക്കെ, 1 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു 1000 മീറ്റർ. അപ്പൊ നമ്മൾ സെന്റിമീറ്ററിനെ CM എഴുതുന്ന പോലെ, മീറ്ററിനെ M എന്ന് എഴുതുന്നത് പോലെ, കിലോമീറ്ററിനെ നമ്മൾ KM എഴുതും. കിലോമീറ്ററിനെ KM എന്നാണ് നമ്മൾ നോർമലി എഴുതുന്നത്.
അപ്പൊ അതൊന്ന് ജസ്റ്റ് നോട്ടിലേക്ക് എഴുതി വെച്ചോ. അല്ലെങ്കിൽ വേണ്ട, ഞാനിത് നിങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇത് നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. അത് അതേപോലെ നോക്കി എഴുതിയാൽ മതി. ഓക്കെ, 1 meter is equal to 100 centimeter. അതുപോലെ 1 kilometer is equal to 1000 meter. Okay, one meter is equal to 100 centimeter. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 1 kilometer is equal to 100 meter. ഇത് മാത്രം ഇപ്പോൾ ഓർമ്മിച്ചാൽ മതി. 1 kilometer is equal to 100 meter. ഇനി കൺവേർഷൻ ഓഫ് കിലോമീറ്റേഴ്സ് ഇൻറ്റു മീറ്റേഴ്സും കൺവേർഷൻ ഓഫ് മീറ്റേഴ്സ് ഇൻറ്റു കിലോമീറ്റേഴ്സും അത് ഞാൻ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾ പിന്നെ നോക്കി എഴുതിയാൽ മതി. ഇപ്പൊ എഴുതിയാൽ ഒരുപാട് ടൈം പോകില്ലേ. കൺവേർഷൻ ഓഫ് kilometers into meters. Conversion of kilometers into meters. കൺവേർട്ട് ചെയ്യാൻ കിലോമീറ്ററിൽ തന്നിരിക്കുന്നതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, to convert kilometer into meter, multiply the kilometer measurement by 1000. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? 3 0 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 3 0 ഇട്ട് കൊടുത്താൽ മതി. നെക്സ്റ്റ്, കൺവേർഷൻ ഓഫ് സെക്കൻഡ് വൺ, conversion of meters into kilometers. Conversion of meters into kilometers. Meters ne kilometers ആക്കി മാറ്റാൻ പിന്നെ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? To convert meters into kilometers, divide the meter measurement by 1000. തന്നിരിക്കുന്ന മീറ്റർ മെഷർമെന്റിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാം. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ എഴുതാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാം. അതായത് നിങ്ങൾ എഴുതിയാൽ മതി, നോട്ടിലേക്ക് നോക്കി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോ കിലോമീറ്ററിൽ തന്നതിനെ മീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മീറ്ററിൽ തന്നതിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പേജ് നമ്പർ 88, പേജ് നമ്പർ 88 എക്സൈസ് 3.2 ഉണ്ട്. കണ്ടോ? എക്സൈസ് 3.2 എക്സൈസ് 3.2 ആദ്യം കൺവേർട്ട് ക്വസ്റ്റ്യൻ കൺവേർട്ട് ഇൻറ്റു മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ,
ഇപ്പൊ നിങ്ങൾ ഒന്നും എഴുതാൻ നിൽക്കണ്ട കേട്ടോ. ഇപ്പൊ മിസ് എഴുതി തരുന്നതെല്ലാം നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങൾ നോക്കി എഴുതിയാൽ മതി. ഫസ്റ്റ് വൺ, കൺവേർട്ട് ഇൻറ്റു മീറ്റേഴ്സ്. Convert into meters. First question എന്താ? 2 kilometer 540 meter. Two kilometer 540 meter. ഇതിനെ നമ്മൾ കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? കിലോമീറ്ററിനെ മാത്രം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 kilometer plus 540 meter. കിലോമീറ്ററിനെ മാത്രം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 into 1000 meter plus 540 meter. 2 into 1000, 2000 meter plus 540 meter. ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 2540 മീറ്റർ എന്ന് ആൻസർ. 2 കിലോമീറ്റർ 540 മീറ്റർ എന്ന് പറഞ്ഞാൽ 2540 മീറ്റർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എത്രയാ? 5 kilometer 250 meter. അത് വേണ്ട. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഏഴാമത്തത് 5 kilometer 6 meter. 5 kilometer 6 meter. ഇതെങ്ങനെ ചെയ്യും? ഇത് ചെയ്ത പോലെ തന്നെ, മാറ്റമൊന്നുമില്ല. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 5 kilometer plus 6 meter. 5 kilometer plus 6 meter. 5 kilometer നമ്മള് മീറ്റർ ആക്കണമെങ്കിൽ 5 into 1000 meter plus 6 meter. 5 into 1000, 5000 meter plus 6 meter. 5000 plus 6, 5006 meter. ഇത്രേ ചെയ്യാനുള്ളൂ. ഇത് നേരത്തെ നമ്മൾ ചെയ്ത കൺവേർഷൻ പോലെ തന്നെ ഈസിയാണ്. ഓക്കെ, മനസ്സിലാകുന്നല്ലോ എല്ലാവർക്കും? ചെയ്യുമ്പോ മനസ്സിലാകുന്നുണ്ടല്ലോ? ഇത് എക്സസൈസ് 3.2 എ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കുക വീട്ടത്. ഓക്കെ, അടുത്തത് കൺവേർട്ട് ഇൻറ്റു മീറ്റേഴ്സ്. കൺവേർട്ട് ഇൻറ്റു മീറ്റേഴ്സ്. ആരൊക്കെയോ എന്തൊക്കെയോ ചോദിക്കാൻ വിചാരിക്കുന്നുണ്ട്. എന്താ ജെബിൻ? നോട്ട്ബുക്കിൽ എഴുതണം. ഞാൻ നോട്ട്ബുക്കിൽ എഴുതേണ്ടതൊക്കെ മിസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഓക്കെ, നിങ്ങൾ അത് നോക്കിയിട്ട് എഴുതി വെച്ചാൽ മതി. എന്താ അജിസൽ? അജിസലിന് എന്തോ ഡൗട്ട് ഉണ്ടല്ലോ? ഒന്നുമില്ല. ഓക്കെ, ഇനി അടുത്തത് കൺവേർട്ട് ഇൻറ്റു കിലോമീറ്റേഴ്സ് ആൻഡ്
meters. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. മടുക്കുന്നുണ്ടാവും അല്ലെ എങ്ങനെയാവുമ്പോ? ബി ക്വസ്റ്റ്യൻ convert into meters. മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ 5612 meter. 5612 meter. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാന്നറിയോ? ആദ്യം നമ്മള് ഇതിനെ എക്സ്പാൻഡഡ് ഫോമിൽ മാറ്റി എഴുതുന്നതായിരിക്കും നല്ലത്. അതായത് മീറ്റർ മെഷർമെന്റ് മാത്രം മാറ്റി എഴുതി ബാക്കിയുള്ളതിനെ കിലോമീറ്റർ ആക്കിയിട്ട് എഴുതാം. ഇങ്ങനെ ആദ്യം നമ്മൾ ഇതിനെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാം. 5000 plus 612. 5000 plus 612. വൺസും ടെൻസും ഹൺഡ്രഡ്സും മാത്രം ജോയിൻ ചെയ്ത് എഴുതി തൗസൻഡ്സ് മാത്രം ഡിഫറെന്റ് ആയിട്ട് എഴുതിയിട്ട് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാം. 5000 plus 612 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? ഈക്വൽ ടു 5000 meter plus 612 meter. 5000 meter plus 612 meters. ഇനി നമുക്ക് ഇതില് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന മീറ്ററിനെ മാത്രം കിലോമീറ്ററിലേക്ക് കിലോമീറ്ററിലേക്കും മീറ്ററിലേക്കും കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ഇൻറ്റു മീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, തന്നിരിക്കുന്ന മീറ്റർ മെഷർമെന്റിനെ കിലോമീറ്ററിലേക്കും മീറ്ററിലേക്കും കൺവേർട്ട് ചെയ്യാം. അപ്പൊ 5000 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5000 ഡിവൈഡഡ് ബൈ 100 കിലോമീറ്റർ ആണ്. 5000 ഡിവൈഡഡ് ബൈ 100 കിലോമീറ്റർ ആണ്. ബാക്കി 612 മീറ്ററിനെ നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. 612 മീറ്റേഴ്സ് എന്നുള്ളത് അതുപോലെ തന്നെ എഴുതാം. ഈക്വൽ ടു 5000 ഡിവൈഡഡ് ബൈ 1000 എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ പ്ലസ് 612 meter. That is equal to 5 kilometer 612 meter. Convert into meters and kilometers. മീറ്ററിൽ തന്നിരിക്കുന്ന മെഷർമെന്റിനെ നമ്മൾ കിലോമീറ്ററിലേക്കും മീറ്ററിലേക്കും മാറ്റി. 5 കിലോമീറ്റർ 612 മീറ്ററിന് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇത് മനസ്സിലായോ കൺവേർട്ട് ചെയ്തത്? ഒന്നുകൂടി പറഞ്ഞുതരാം. സെക്കൻഡ് വൺ second question 2574 meter. 2574 meter. ഇതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 2000 plus 574 എഴുതി. അതായത് 2000 meter plus 574 meter. ഇനി 2000 മീറ്ററിനെ നമുക്ക് കിലോമീറ്ററിലേക്ക് മാറ്റാം. 2000 മീറ്റർ എന്ന് പറഞ്ഞാൽ 2000 by 1000 kilometer
plus 574 meter. 2000 by 1000 kilometer എന്ന് പറഞ്ഞാൽ 2 kilometer plus 574 meter. That is equal to 2 kilometer 574 meter. ഓക്കെ, ഇത്രേ ഉള്ളൂ ചെയ്യാൻ. ഇത് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, മിസ് ഇപ്പൊ തന്നെ അയച്ചു തരാം. നിങ്ങൾ ഇപ്പൊ തന്നെ നോട്ടിലേക്ക് നോക്കി എഴുതാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ഇപ്പൊ തന്നെ ചോദിക്കാം. ഇപ്പൊ തന്നെ നോക്കി എഴുതാം. ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ബാക്കി നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എന്താ ഏഞ്ചൽ? മിസ് അത് നോട്ടിലോട്ട് എഴുതിയിട്ട് അയച്ചു തരണോ? നോട്ടിലോട്ട് എഴുതിയിട്ട് അയച്ചു തരണ്ട. നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് അയച്ചു തന്നാൽ മതി. അതിൽ ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് ചെയ്ത് നോക്കുക. അത് ചെയ്തിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അയച്ചു തരാം. ഓക്കെ, ബൈ. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം.